കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന സൂചന നൽകി കെ.പി.സി.സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. രാജ്മോഹൻ ഉണ്ണിത്താനുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി വിടാനുള്ള കാരണമായി ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സിജു കണ്ണനുണ്ട് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി. സിജു, ബാലകൃഷ്ണൻ പെരിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു ഇത്തരത്തിലൊരു രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള ഒരു നീക്കം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്. എന്നാൽ ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ബാലകൃഷ്ണൻ പെരിയയെ ആ പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചത്? വിനിഷ, കാസർഗോഡ് കോൺഗ്രസിനകത്ത് ഉണ്ണിത്താൻ ഏകാധിപത്യ പ്രവണത കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശക്തമായ പ്രതിഷേധം പല മേഖലകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അതൊരിക്കൽ കൂടി ശക്തമായി ഉയർന്നു വരികയാണ്. കെ.പി.സി.സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയാണ് ഉണ്ണിത്താനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഉണ്ണിത്താൻ കാസർഗോഡ് ജില്ലയിലെ സകല കോൺഗ്രസ് പ്രവർത്തകരെയും തമ്മിൽ തല്ലിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ബാലകൃഷ്ണൻ പെരിയയുടെ പ്രധാന ആരോപണം. ഉണ്ണിത്താന് വേണ്ടി താൻ പാർട്ടിക്ക് പുറത്തു പോകാമെന്ന് ഈ പോസ്റ്റിൽ പറയുന്നു. രാജി സൂചനയാണ് ഈ പോസ്റ്റിൽ നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു ബാലകൃഷ്ണൻ പെരിയ. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ഉണ്ണിത്താൻ ശ്രമിച്ചു. കാസർഗോഡിന്റെ രാഷ്ട്രീയ നിഷ്കളങ്കതയ്ക്ക് മേൽ ആ കാർമേഘം പടർത്തുന്ന സംഘത്തെ കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന ശക്തമായ വിമർശനം പോസ്റ്റിൽ ഉന്നയിക്കുന്നു. പെരിയയിൽ മരിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കായി ഉണ്ണിത്താൻ 1000 രൂപ പോലും ചെലവിട്ടിട്ടില്ല. തന്നെ പോലത്തെ സാധാരണ പ്രവർത്തകരെ ഹൈക്കമാൻഡിന് പിന്തുണയുണ്ടെന്ന പേരിൽ ഉണ്ണിത്താൻ പുച്ഛിക്കുകയാണ്. അഹങ്കാരത്തിന്റെ നാവുള്ള ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ സഹായമില്ലാതെ ജയിക്കും എന്ന് പ്രഖ്യാപിച്ചയാളാണെന്നും ബാലകൃഷ്ണൻ പെരിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. അച്ചടക്കലംഘനം നടത്തിയതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും ബാലകൃഷ്ണനെയും സഹോദരനെയും പുറത്താക്കാനുള്ള ശ്രമം ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാലകൃഷ്ണൻ പെരിയ പരസ്യമായ പോസ്റ്റുമായി രംഗത്ത് വന്നത്. ഉണ്ണിത്താനെതിരെ കൂടുതൽ കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ തിങ്കളാഴ്ച പറയുമെന്ന ഒരു സൂചനയാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിലവിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. വലിയ ചർച്ചയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനില്ല. വാർത്താ സമ്മേളനം നടത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നാളെ രാവിലെ വ്യക്തത വരും. വിനിഷ, ശരി. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്ന സൂചന നൽകി കെ.പി.സി.സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. രാജ്മോഹൻ ഉണ്ണിത്താനുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി വിടാനുള്ള കാരണമായി ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം നേരത്തെ പങ്കുവച്ചത്. കോൺഗ്രസിന്റെ വോട്ടില്ലാതെ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഉണ്ണിത്താനെന്ന്. ബാക്കി കാര്യങ്ങൾ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുമെന്നായിരുന്നു നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു. സിജു കണ്ണനാണ് കാസർഗോഡ് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി വന്നത്.